ഹലോ ഗായ്സ്, നമ്മൾ ഒരു നേഴ്സാണെങ്കിൽ ഒരു റെസ്പെക്റ്റഡ് പൊസിഷൻ ഇരിക്കുന്ന ആളെ നമ്മൾ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ആ കൊച്ചു ഒന്നാമത്തെ പീരീഡ്സാണ്. അപ്പോൾ ആ മാഡം നമ്മളെ വിളിപ്പിച്ചിട്ട് കൂടുതൽ സമയം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് പിന്നെയും വെയിറ്റ് ചെയ്യിപ്പിച്ച് ഒന്നാമത്തെ കുറച്ച് പീരീഡ്സാണ്, അതിനുള്ളിപ്പോൾ ഒരു പാഡ് പോലും ഇല്ല, ഹോസ്റ്റലിൽ പോയിട്ട് വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറാനും എടുക്കാനും എന്നൊന്നും പറഞ്ഞിട്ട് പോലും ഞാൻ എന്താ പീരീഡ്സ് ആണെങ്കിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ, ഇതാണ് പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾക്ക് ശത്രു എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇപ്പം യൂറിനറി പാർട്ടിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ട്യൂബൊക്കെ ഇട്ട് എന്നെ ആഫ്റ്റർ സർജറി എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ അവിടെ ക്ലീനിങ് പ്രൊസീജിയറില്ലേ, അപ്പോൾ അതിന് ചെന്നിട്ട് ഇപ്പോൾ ഫ്രഷറാണെങ്കിൽ ജസ്റ്റ് ഫയർ ചെയ്യിക്കും, എന്താ നിനക്കൊന്നും അറിയത്തില്ല എന്താണ് അപ്പോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒച്ച കൂട്ടി പറയുവാണെങ്കിൽ ആക്ഷനൊക്കെ കാണിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെ മെയിൽ നേഴ്സുമാരൊക്കെ ഇല്ല, അവന്മാരൊക്കെ കേട്ട് എന്തോ വിചാരിക്കും, ഒച്ച താത്തി പറ എന്നൊക്കെ പറഞ്ഞ് ഫയർ ചെയ്യിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് അവരൊരു പെണ്ണാണ്, അതും ഒരു പെണ്ണാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ആമ്പിളാർ കേൾക്കുന്നു പറഞ്ഞു. ഇതൊക്കെ എല്ലാവരും അറിയേണ്ട പ്രൊസീജിയർ അല്ലേ. രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മൾ ഡിബേറ്റ് നടത്തുവാണ്. ആഫ്റ്റർ മാരേജ് നമ്മൾ ഭർത്താവിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അപ്പോൾ ഭർത്താവിന് ദൈവത്തിനെ പോലെ കാണണം, ഓക്കെ. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ വീട്ടുജോലിയൊക്കെ പുള്ളിയും നമ്മളും ഒക്കെ ചെയ്ത് ഈക്വലായിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ. അല്ല ഭർത്താവിന് എല്ലാം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ. പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ ആൺപിള്ളേർക്കും കൊടുക്കേണ്ട പരിഗണന, പക്ഷെ പെൺപിള്ളേർക്ക് കൊടുക്കേണ്ട ഒരു എന്തുവാ ഇവ കാര്യങ്ങളൊരു വേറിട്ടൊരു പരിഗണനയുണ്ട്, അത് അവിടെ കൊടുക്കുക തന്നെ വേണം. അല്ലാതെ അവർ കേൾക്കും ഇവർ കേൾക്കും. ഈ പെൺപിള്ളേർ തന്നെ പെണ്ണുങ്ങളെ ഡിഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ഇനി വരും തലമുറ എന്തോ കണ്ട് പഠിക്കേണ്ടത്. ഇതാണ് അവസ്ഥ ഇവിടുത്തെ. കേരളത്തിനും പുറത്തും എല്ലാ അവസ്ഥ തന്നെയാണ്. ഇതൊക്കെ മലയാളികളാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പെരുമാറിയെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. എന്തെല്ലാം ആവട്ടെ. ഓയാ